ഹായ് ഗൈസ്, യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഓഹോ ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം സ്നേഹതീരം ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് ഓഹോ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കിടിലം ബീച്ചാണ് ഓഹോ ബീച്ച്. നമുക്കൊരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണിത്. വലിയൊരു അറപ്പത്തോടും പിന്നെ അതിന്റെ ചുറ്റുഭാഗത്തായിട്ട് നിൽക്കുന്ന തെങ്ങുകളും തെങ്ങും തോപ്പുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു കാഴ്ചയാണ്. അതായത് വളരെ മനോഹരമായിട്ട് ഈ ഒരു വലിയ അറപ്പത്തോട് കടലിലേക്ക് വന്ന് സംഗമിക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. കൂടാതെ ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്, ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ. നല്ല രസമുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നമുക്കൊരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് ഓഹോ ബീച്ച്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അകലെയായിട്ടാണ് തളിക്കുളം വരുന്നത്. തളിക്കുളത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് സ്നേഹതീരത്ത് എത്താനായിട്ട് സാധിക്കും. സ്നേഹതീരം ബീച്ച് അവിടെ ഒരുവിധം എല്ലാ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന ഒരു ബീച്ചായിരിക്കും സ്നേഹതീരം ബീച്ച്. അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് ഈ ഓഹോ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ ഏകദേശം 5 മണിക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് ചാർജോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കാഴ്ചകളൊക്കെ കാണാം, ഭക്ഷണമൊക്കെ കഴിക്കാം. പലയിടങ്ങളിലായിട്ട് മരത്തിൻ്റെയും മരത്തടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു പാലങ്ങൾ, സൈഡിലൊക്കെ നല്ല LED ബൾബൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മനം കവരുന്ന തരത്തിലുള്ള പലവിധ ഭക്ഷണശാലകളും അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള നല്ല അടിപൊളി സ്പോട്ടും അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു നല്ല വൃത്തിയിലൊക്കെയാണ്, നല്ല വൃത്തിയിൽ നല്ല രൂപത്തിൽ തന്നെയാണ് ഓരോ ഭാഗങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫാമിലീസ്, കുട്ടികൾ, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ആസ്വദിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്ഷണശാലകൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ കാഴ്ചകളാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നേഹതീരത്തു നിന്നും നമ്മൾ വാടാനപ്പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഓഹോ ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹതീരത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോമീറ്ററിൽ താഴെയൊക്കെ ഉണ്ടാവുള്ള ദൂരം. അധികം ആളുകളും ഇപ്പോഴും ഇവിടെ അറിഞ്ഞിട്ടില്ല. സംഭവങ്ങൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ കണ്ട ഈ ഒരു ലൊക്കേഷൻ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതിനുശേഷമാണ് ശരിക്കും ഇവിടെ ഈ ഒരു ഓഹോ ബീച്ച് എന്നുള്ളൊരു സംഭവമൊക്കെ ശരിക്കും എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് തന്നെ. ശരിക്കും നമുക്ക് ഇവിടെ രാവിലെ മുതൽ തന്നെ ആളുകൾ, സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അധികവും കേരളത്തിന് പുറത്തുള്ള ആളുകളാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതും കേരളത്തിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ട് എത്തിച്ചേരുന്നത്, വീഡിയോ ചെയ്യുന്നതൊക്കെ. ഈ പരിസരത്തുള്ള ആളുകളും ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ പുറത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അത്യാവശ്യം രാവിലെ മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ വൈകിട്ടാണ് ശരിക്കും ലൈറ്റ് കാഴ്ചകളൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വൈകിട്ടാണ് ശരിക്കും നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു സൂര്യൻ്റെ അസ്തമയവും അതുപോലെ തന്നെ ബീച്ചിലെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ ബീച്ചിലേക്ക് വരികയാണ്. ബീച്ചിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആറപ്പത്തോടും അതുപോലെ തന്നെ കടലും കൂടി ഒന്നിച്ച് ചേരുന്ന ഒരു ഭാഗമാണ്. ഇവിടുന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. കടലിൽ ശോഭിച്ചിരിക്കുന്ന സമയത്ത് കടലിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. കാരണം കുട്ടികളൊക്കെ ആയിട്ടാണ് അധികം ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കടലിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത്.
വൈകുന്നേരം ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. കാരണം വൈകിട്ട് തന്നെ വരുന്നതായിരിക്കും നല്ലത്. കാരണം രാവിലെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകിട്ടാകുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കാഴ്ചകൾ കാണാം. ആകാശവും കടലും അതുപോലെ തന്നെ അറപ്പത്തോട് വന്നിട്ട് ഒന്നിക്കുന്ന ഭാഗവും വളരെ മനോഹരമായിട്ട് തന്നെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും സാധിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കടലിൽ അത്യാവശ്യം കുറച്ച് ഭാഗത്തൊക്കെ ഇറങ്ങി കളിക്കാനും അതുപോലെ വൈകുന്നേര സംഭാഷണങ്ങൾക്കൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലും അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാനുള്ള കുറേ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങൾ, അതുപോലെ നല്ല കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ചെറിയതായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഭക്ഷണശാലകളിലൊക്കെ ഒരുപാട് ലൈറ്റ് ഇട്ടു. ആളുകളൊക്കെ കാഞ്ഞു കിടക്കുന്ന തെങ്ങുകൾ, ഇങ്ങനെ കുറേ തെങ്ങുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ അതുപോലെയൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. മരത്തിൻ്റെ ഒരുപാട് ഷേപ്പ് കാര്യങ്ങൾ, ഓരോ മൃഗങ്ങളുടെ തല പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിലനിന്ന് പോവുകയാണെങ്കിൽ നല്ലൊരു സാധ്യതയുള്ളൊരു സ്പോട്ട് തന്നെ ആയിട്ട് മാറും ഇത്. അതിലൊരു സംശയമില്ല. കാരണം അത്രയും ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഓഹോ ബീച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളൊരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഹോ ബീച്ചിലേക്ക് വന്നോളൂ. നിങ്ങൾക്ക് പറ്റിയ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഓഹോ ബീച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.